നിന്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ വേറൊരു കല്യാണം കഴിക്കത്തുണ്ടോ? വേറെ പെണ്ണ് കിട്ടാത്തോണ്ടായിരിക്കും. എനിക്കിത് കേൾക്കണം. ഞാൻ ആ സമയത്ത് ഈ സമയത്ത് എനിക്കിത് കേൾക്കണോ? അച്ഛൻ ഇങ്ങനെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. പൈപ്പും ചൂട്ടിലെ വെള്ളം കുടിച്ചിട്ടാണ് അതിന്റെ ഞാൻ വളർത്തിയത്. നാലും പൈപ്പും ചോട്ടി വന്ന ചേച്ചിമാരെ കാണാൻ പോയതാന്ന് പറയരുത്. ഞാനൊരു കാര്യം പറയാം. മിമിക്രിക്ക് പോവാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല. ഇതാണ് പ്രശ്നം. ഞാൻ മിമിക്രിക്ക് പോകാനുള്ള യോഗ്യ ഇതില്ലെന്ന് അച്ഛൻ എന്തിനാ? പരിപാടിക്ക് ഇപ്പം പോക്കോ. പരിപാടി ഉണ്ടല്ലോ. ഇന്ന് പരിപാടി ഉണ്ട്. റേഷൻ കടയിൽ പോയിട്ട് പോ. എന്ത് കലാഭവൻ രാജ് റേഷൻ കടയിലോട്ട് പോകാനോ? എന്ത് വർത്തമാനമാണ് അച്ഛൻ ഈ പറയുന്നത്? ആര്? കലാഭവൻ രാജ്. കലാഭവന്റെ ഫ്രണ്ടിൽ പോണ യോഗ്യത ഉണ്ടാവും നിനക്ക്. അച്ഛൻ അങ്ങനെ പറയുന്നു വേണ്ട. ഞാൻ സ്റ്റേജിലോട്ട് ചെന്ന് മൈക്ക് എടുത്ത് കഴിയാൻ നേരത്ത് ഇരിക്കുന്ന പ്രേക്ഷകന്റെ നെഞ്ച് കിലുകും. എങ്ങനെ കിലുങ്ങായിരിക്കും? ഇനി മൈക്കിൽ കൂടെ എന്താണ് കാണിക്കാൻ പോണെന്ന് പറഞ്ഞുകൊണ്ടുള്ള വേവലാതിയാണ് അവർക്ക്. അച്ഛൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്നു വേണ്ട. നിനക്ക് മിമിക്രി ഭ്രാന്ത് പിടിച്ച് ട്രൂപ്പ് ഓടണമെന്നും പറഞ്ഞ് നിനക്ക് ഞാൻ ഒരു പവന്റെ മാലയാണ് മേടിച്ചെന്നറിയാല്. അത് ആ മാല ഇപ്പം മിനിയാന്ന് വന്ന് ലേലത്തിന്റെ നോട്ടീസ്. 4K ഇറക്കാൻ പോണോ ലേലം? അതല്ലെന്ന്, പണയം വെച്ച ലേലത്തിന്റെ നോട്ടീസ് വന്നെന്ന്. എന്റെ സ്വർണം പോയത് തന്നെ. അച്ഛ ഒരു കാര്യം ചെയ്യും, ദൈവത്തോട് പ്രാർത്ഥിക്കും സ്വർണം തിരിച്ചു കിട്ടാൻ. ദൈവത്തിന്റെ കിലോ കണക്കിനുള്ള സ്വർണം പോയിട്ട് ദൈവം ചിന്തിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ 1 കിലോയുടെ സ്വർണ്ണത്തിന്റെ കാര്യം കൊണ്ട് എന്തോ ഉണ്ടാക്കാനാണ്. ശരിയാ. ഞാൻ ജനിച്ച സ്ഥലം തെറ്റിപ്പോയച്ചാ. ഞാൻ വല്ല സിനിമ നടന്ന ശ്രീനിവാസന്റെയാ, മമ്മൂട്ടിയുടെയാ, മോഹൻലാലിന്റെ മോനായിട്ട് ജനിച്ചിരുന്നെങ്കിൽ ഇല്ലേ ഞാൻ നേരിട്ട് സിനിമയിലോട്ട് കയറിയത്. എന്നാലും എനിക്കില്ലാത്ത എന്താണ് അവർക്ക് കൂടുതലുള്ളത്? കഴിവ്. അല്ലാതെ പിന്നെന്തോ. എടാ, നമ്മൾ ജീവിതത്തിന്റെ അടിസ്ഥാനം വെക്കണം മക്കളെ. റിസ്ക് എടുക്കുന്നവനെ വിജയിക്കത്തുള്ളൂ. റിസ്ക് എടുത്തില്ലെങ്കിലാ? റിസ്ക് എടുത്തവന്റെ താഴെ പണിയേണ്ടി വരും. എന്തോടാ ശരി മുൻഷി തന്നെ. റേഷൻ കടപ്പടാ. നല്ല ആള് തന്നെ ഏട്ടാ, നല്ല ആൾക്കാർ തന്നെ ഞങ്ങള്. എന്റെ കൂട്ടുകാരൻ ഇവിടെ നിന്ന് ദുബായിലേക്ക് ഷോയ്ക്ക് പോവാണ്. നിങ്ങൾ ഇങ്ങനെയാണോ അവനെ സപ്പോർട്ട് ചെയ്യാനുള്ളത്? ഭയങ്കര മോശമാണ്. അത് അറിഞ്ഞിട്ട് പ്രശസ്ത മിമിക്രി താരവും സിനിമാ താരവുമായ ജഗതൻ ജഗതി ഈ വീട്ടിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന് നിങ്ങൾ ഇങ്ങനെയാണോ സ്വാഗതം ചെയ്യുന്നത്? വളരെ മോശമാണ്. ഞാൻ തന്നെ ആള് ഞാൻ തന്നെ. പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. സ്വയം പോസ്റ്റ് ചെയ്ത് ഞാൻ തന്നെയാണ് കയറി വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഞാനും അവനോട് ഒരുമിച്ചാണ് പരിപാടിയിലേക്ക് കയറിയത്. പക്ഷെ അവന് ദുബായിൽ പോകാനുള്ള ചാൻസ് കിട്ടി. എന്നെ താത്തിട്ടാണ് പോയത്. കുഴപ്പമില്ല, നോ പ്രോബ്ലം. എന്നാലും ഇവന് നൈസ്. അമ്മവാ, ഓ മൺവെട്ടിയായിട്ട് എന്താണ് പരിപാടി? ഷേവ് ചെയ്തോണ്ടിരിക്കുവാ. നമ്മളിങ്ങനെ കൗണ്ടർ പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടർ മ്യൂസിക് അടിക്കും. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്റെ മിമിക്രി വീട്ടിന് മുമ്പ് മിമിക്രി കാണിക്കട്ടെ. എന്തെങ്കിലും പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ കുടുംബം മൊത്തത്തിൽ നശിപ്പിച്ചത് നീയാ. നിങ്ങളെ വാഴപ്പണ മൊത്തം നശിപ്പിക്കാൻ ഞാൻ വല്ല പന്നി വല്ലുവാണ്. വാഴപ്പണ എന്റെ കുടുംബം മാനം മര്യാദയ്ക്ക് ജീവിച്ചിരുന്നൊരു ചെറുക്കനായിരുന്നു. ചെറുക്കൻ എട്ടും പൊട്ടും തിരിയാത്തൊരു ചെറുക്കൻ. അവനെ മിമിക്രിക്ക് കൊണ്ടുപോയി നശിപ്പിച്ചത് നീയാണ്. ഇത്രയും വയസ്സായിട്ടാ, പോയൊരു കല്യാണം കഴിക്കടാ. കല്യാണം. അതെ, എനിക്ക് വലിയ പ്രായമൊന്നുമില്ല. 38 വയസ്സേ ഉള്ളൂ. സിംഗിളാ ഞാൻ. 38 വയസ്സായെങ്കിൽ സിംഗിൾ അല്ലടാ, നീ അങ്കിളാ. അങ്കിള് വന്നിട്ട് മുമ്പ് പറയുന്നു എന്റെ മോൻ MBBS പഠിക്കാൻ പോയൊരു ചെറുക്കനാണ്. അവരെയാണ് നീ മിമിക്രി എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയത്. മെഡിക്കൽ ഡിഗ്രി കയ്യിൽ നിൽക്കേണ്ട ചെറുക്കനാടാ എന്റെ മോൻ. മെഡിക്കൽ ഡിഗ്രി കയ്യിൽ നിൽക്കേണ്ട ചെറുക്കൻ. ഒന്ന് നിൽക്കണം. ഈ മെഡിക്കൽ ഡിഗ്രി കൈ കിട്ടുമ്പോൾ നിങ്ങളെ കിടക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. ഹിപ്പോക്രാറ്റ്സോ ഐ സ്പെയർ മൈ അപ്പോളോഫിഷ്യൻ ദാറ്റ് ഐ വിൽ യൂസ് ദി ട്രീറ്റ്മെന്റ് അക്കോർഡിംഗ് ടു മൈ എബിലിറ്റി ആൻഡ് ജഡ്ജ്മെന്റ്. മനുഷ്യനെ ശുശ്രൂഷിക്കേണ്ട ആളുടെ ശുശ്രൂഷകൻ മനസ്സിൽ സൂക്ഷിക്കേണ്ട കൽപ്പനകളിൽ ഒന്ന്. അതിൽ ഒരെണ്ണം പോലും ഓർമ്മ. നിങ്ങളെ ഇതുപോലെയുള്ള മെഡിക്കൽ പ്രശ്നം തരം താഴ്ന്ന ഇറച്ചി കച്ചവടം മാറ്റുന്നത്. മൈൻഡ് ഇറ്റ്. മക്കളെ, ഓ നീ മറ്റത് പഠിക്കാൻ പോകുന്നുണ്ടോടാ? എന്നാ പോക്കണം കേട് ഇംഗ്ലീഷ്. പോക്കണന്റെ മുമ്പിൽ പിന്നല്ലാതെ നീ എന്തിനാ ഇങ്ങനെ മിമിക്രി എന്ന് പറഞ്ഞ് നടക്കണ? എന്റെ മോന്റെ കൂടെ ജീവിതം കളയാൻ വേണ്ടിട്ട് നീയെ നശിച്ചു പോയി. നീ ഞാൻ നശിച്ച മിമിക്രി പറഞ്ഞ എന്താ ഉപയോഗം ഉണ്ട്? ഞാൻ എത്ര സിനിമ 13 സിനിമ ചെയ്ത ആളാണ് ഞാൻ. അറിയാമോ നിങ്ങൾക്ക്? നീ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ നിനക്ക്? സ്വന്തമായിട്ട് എനിക്ക് ട്രൂപ്പ് ഉണ്ടല്ലേ, മിമിക്രി ട്രൂപ്പ് ഉണ്ട് എനിക്ക്. ഏത് ട്രൂപ്പ്? ചിന്നക്കട ചിരിയൻസ്. പരിപാടിയുടെ പേരെന്തോടാ? മിമിക്സ് രോഗിക്ക് ഹാസ്യ ഗുളിക. നിനക്ക് ഗുളിയല്ലടാ വേണത്. ഇതൊക്കെ ഷോക്കിലേ തീരത്തുള്ളൂ. ഷോക്കില്. ഇന്ന് നിങ്ങൾക്ക് എവിടെയാണ് പരിപാടി? ഇന്ന് എവിടെയാണ് പരിപാടി? എന്നാ തിരുവിതാംകൂറ. എവിടാ? തിരുവനന്തപുരത്താണേ. ചെറുക്കൻ പരിപാടിക്ക് പോയില്ല, അതിനുമ്പേ തുമ്മൽ തുടങ്ങി.
ആമാ ഇപ്പൊ നിങ്ങൾ തുമ്മണ എങ്ങനെയല്ലേ ആ ദുബായിലോട്ട് പോട്ട് അവിടെ ചെന്ന് ഞങ്ങൾ തുമ്മണ എങ്ങനെയാണെന്ന് അറിയാമോ? അൽ ഹജ്ജ്. എന്താ അങ്ങനെ? അതാ അറബികളെ ബ്രാക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ബ്രാക്കാണ്. നീ ഇപ്പൊ 13 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്റെ മോൻ മിമിക്രി മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് 13 സിനിമയിൽ അഭിനയിച്ച നീ മാത്രം ഇവിടെ നിൽക്കുന്നു? വെറും മിമിക്രി കാണിച്ച് അവൻ ഗൾഫ് പരിപാടിക്ക് പോകുന്നു. അത് ചവിട്ടിത്താക്ക്, അത് വേറെ കാര്യം. ഇവനെ വിളിച്ചോണ്ട് വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വണ്ടിക്കൂലി മുടക്കി സ്ക്രിപ്റ്റ് എഴുതി കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്താൽ ഞാൻ എന്നിട്ട് ചാനലിൽ ടെലികാസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എന്റേത് ഡിലീറ്റ് ചെയ്ത് പോയി, അവൻ്റെതെല്ലാം വരെയും ചെയ്തു. അതെന്താണ് സംഭവം എന്നറിയാമോ? അവൻ ടെലികാസ്റ്റിംഗ് ആർട്ടിസ്റ്റും നീ എഡിറ്റിംഗ് ആർട്ടിസ്റ്റും ആണ്. അതുകൊണ്ടാ നമ്മൾ ചിന്തിക്കണം. അത് അതുകൊണ്ടല്ലേ അവരങ്ങനെ കൊണ്ടുപോകത്തത്. അല്ല അവൻ നമ്മുടെ പറഞ്ഞില്ലല്ലോ, അത് മോശമായിപ്പോയി. ഒടുവിൽ വന്നു അല്ലേ? കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. മോശമായിപ്പോടാ നീ. എന്ത് മോശം? നിനക്ക് ഗൾഫ് ട്രിപ്പ് വന്നാൽ നീ എന്തിനാടാ എന്റെ വീട്ടിൽ ഒന്ന് പറഞ്ഞത്? ഇപ്പൊ അവരെന്നെ വീട്ടിൽ ഇരിക്കാൻ സമ്മതിക്കണം. എനിക്ക് ഇനി അടുത്ത ആഴ്ച പളനി വല്ലതും പോണം. എടാ നീ 13 സിനിമയിൽ അഭിനയിച്ച കാര്യം 40 ഓട്ടം വന്ന് എന്റെ അച്ഛനോട് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഗൾഫിൽ പോകുന്ന കാര്യം നിന്റെ വീട്ടിൽ വന്ന് പറഞ്ഞാണോ ഞാൻ ചെയ്ത തെറ്റ്? ഭയങ്കര മോശമായിപ്പോ. എന്തോ മോശം? എന്നെ കൂടെ ഒന്ന് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്തു. നിന്നെ കൊണ്ടുപോകണമെന്നുണ്ട്, പക്ഷെ അവിടെ ആർക്കും നിന്നെ അറിഞ്ഞുകൂടാ. നീ രജിസ്റ്റേർഡ് ആർട്ടിസ്റ്റ് അല്ല. എടാ എന്റെ സ്കിറ്റുകളൊക്കെ എടുത്ത് കാണിച്ചു വിടാ. അതിനെ അവർ എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ല, പിന്നെ എങ്ങനെയാണ് എടുത്തിട്ട് കാണിക്കുന്നത്? പക്ഷെ നമ്മളെ വയലിലേക്ക് നമ്മൾ രണ്ടൊരു വീഡിയോ ഒക്കെ ചെയ്തില്ല, അതെങ്കിലും കാണിച്ചു വിടാം. നമ്മൾ രണ്ടും കൂടെ പോയിരുന്ന് വട്ട് കളിക്കുന്ന അവർക്ക് കൊടുത്തിട്ട് ദുബായ് പോയി വട്ട് കളിച്ചോണ്ടിരിക്കാനാണ് നമ്മൾ. അവനെ കൂടെ കൊണ്ടുപോകണം. അവൻ തൂങ്ങി പിടിച്ചാലും കിടക്കും. തൂങ്ങി പിടിച്ച് കാണാനായിട്ട് നമ്മൾ അടുക്കള വാതിൽ കാണാനായിട്ട് പോകുമല്ല, ഗൾഫിലോട്ടാണ് പോകണം. അതിന് വിമാനത്തിൽ പോകാൻ നേരത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ചുമ്മാ ചെന്ന് കയറി കൊടുക്കാനൊന്നും പറ്റത്തില്ല. മാട്ട പരിപാടിക്കൊന്നും അല്ല ഞാൻ പോകുന്നത്. ഞാൻ അവിടെ ചെല്ലുന്നു, ഏതെങ്കിലും ഒരു ഇറങ്ങിയ ചാക്കിട്ടൊക്കെ പിടിക്കും. നല്ല പരിപാടിയാ. എന്നിട്ട് ഞാൻ അവിടെ ഒരു മിമിക്സ് ട്രൂപ്പ് തുടങ്ങും. സൂപ്പർടാ. ഞാനും ഉണ്ടാ നിന്റെ കൂടെ. നിന്നെ ഞാൻ കൊണ്ടുപോകണം, നിന്നെ ഞാൻ കൊണ്ടുപോകും. ആ ട്രൂപ്പിന് ഞാനൊരു പേരിട്ട് വെച്ചിട്ടുണ്ട്. ഓടരുത് അറബി കോമഡി പറയാം. എടുക്ക് പേരടാ. എടുക്ക് പേരില്ലേ? അടിപൊളി. നമുക്ക് ടൈറ്റിൽ തന്നെ കാണിക്കുമ്പോൾ നല്ല രസമായിരിക്കും. അത് ഞാൻ കാണിക്കോളിയാ. അളിയ ഞാൻ സെറ്റ് ചെയ്യോളിയാ. വേറെ കാര്യം എങ്ങനെയാ അളിയ, അവിടെ മാത്രമല്ല എനിക്ക് പരിപാടി സെറ്റ് ആയിരിക്കുന്നത്, മാൾട്ടയിലും ഒരു പരിപാടി ഉണ്ട്. മാട്ടയൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് വിളിയുടെ ഞാനും പറയട്ടെ, പൈസ ഒന്നും കാര്യമില്ലടേ. എടാ മാട്ട അല്ലെന്ന് മാൾട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്കൊരു പരിപാടി. അതെവിടെ? ഒരു സെക്കൻഡ്. യോ മാൾട്ടയിൽ പരിപാടി എന്ന് സാറ് വിളിക്കുന്നേ. ഹലോ സാറേ. അതെ 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 കലാഭവൻ രാജു. ആ സാറേ, പരിപാടിക്കുള്ള ആൾക്കാരെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഹിന്ദി പാട്ട് പാടാനായിട്ട് ആള് വേണമെന്നാ? ഹിന്ദി പാട്ട് പാടാൻ ഇപ്പൊ ആരാ ഉള്ളത്? ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കും. സാറേ റേഞ്ചിന്റെ പ്രശ്നമാണ്. അല്ല, ഹിന്ദി പാട്ട് പാടാനുള്ള ആരെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം, പക്ഷെ തമിഴ് പാട്ടായിരിക്കും ഒന്നുകൂടെ സെറ്റ് ആകുന്നത്. വളയോസൈ കളകള കളക്കിന് കളുകള തിനിക്കുന്ന വെള്ളത്തിരിക്കുന്ന കാലം പോരുത് இந்த പൂക്കാലം. ഒന്ന് പോയി തരാം പറ്റും. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട്. സാറേ, നമുക്ക് അത് തമിഴ് പാട്ട് പാടുന്ന ആളെ നമുക്ക് സെറ്റപ്പ് ആക്കാം സാറേ. മണിച്ചേട്ടന്റെ പാട്ടാ. മണിച്ചേട്ടന്റെ പാട്ട് പാടാൻ കേരളത്തിലെ ആൾക്കാരുണ്ട് സാറേ, കിടില ആൾക്കാരുണ്ട്. ഇങ്ങനെ പാടി നടക്കുന്നോണ്ടാടാ നീ ആരാരും ആകാതെ ഒന്നും ആകാതെ നിൽക്കുന്നത്. കുടുംബവാസിന്റെ പാട്ട് കടി തങ്കമ്മേ, നിന്റെ നടപ്പ് കണ്ട് ഞാൻ കിടുങ്ങി പോയടി തങ്കമ്മേ.